ബാംഗ്ലൂർ ദുരന്തത്തോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. കോലീബി കോൺഗ്രസ് ലീഗ് BJP ഒരു സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് മുസ്ലിം സൊസൈറ്റിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 13,000 പേര് നിരാധാരരായിട്ട് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് നിരാധാര കൊച്ചു കുട്ടികളടക്കം അവിടെ നിന്ന് സന്ദർശിക്കാനൊരു ആശ്വാസവാക്കോ പറയാനോ ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാർക്ക് സാധിച്ചില്ലല്ലോ. കാരണം എന്താ? അവിടുത്തെ കോൺഗ്രസ് BJPയുടെ വഴിയിലാണ്. ആ കോൺഗ്രസ് ചെയ്യുന്ന കർമ്മങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ BJPക്കാർക്ക് ഇഷ്ടപ്പെടില്ല, RSSന് ഇഷ്ടപ്പെടില്ല. അതന്നെ കേസ്. ഈ RSS പ്രേമം ഇവിടെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. അപ്പം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, ചർക്കപ്പറക്ക കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതേ പ്രേമം തന്നെയാണ് ഇവിടുത്തെ മുസ്ലിം അതോറിറ്റികളും തുടങ്ങി വെച്ചിട്ടുള്ളത്. അവർക്കും കിട്ടും ചവിട്ട്. നമസ്കാരം. ബാംഗ്ലൂരിൽ ഫക്കീർ കോളനി വെച്ചാൽ പാവപ്പെട്ടവരുടെ കോളനി എന്ന് അർത്ഥം. അഷ്ടിക്ക് വകയില്ലാത്തവരുടെ കോളനി. അവിടെയുള്ള വീടുകളും വീടിനകത്തുള്ള സാമഗ്രികളും എല്ലാം കൂടി ആളെ കൊന്നിട്ടില്ല എന്ന് മാത്രം. എല്ലാം പപ്പടം പൊടിക്കണ പോലെ പൊടിച്ചു കളഞ്ഞു. ഇവിടെ ന്യായീകരണങ്ങൾ വരുന്നത് നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇല്ലെന്ന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് എന്തോ ആകട്ടെ, നോട്ടീസിനല്ല പ്രാധാന്യം. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അംബാനിയുടെ പോലെ അദാനിയുടെ പോലെ ഒരു വീടുണ്ടെങ്കിൽ അവരവിടെ ഒന്നും താമസിക്കില്ലല്ലോ. ഗതി കെട്ടതുകൊണ്ടല്ലേ അവിടെ ഒന്നും താമസിക്കുന്നത്. ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ അന്തി ഉറങ്ങിയ ആളാണ് പണ്ടൊക്കെ. കടത്തിണ്ണുകളിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്, ഋഷികേശിലൊക്കെ. ഇന്നിപ്പോൾ വീടുണ്ട്, ഇപ്പം ഞാൻ കടത്തിണ്ണുകളിൽ അന്തി ഉറങ്ങും. ആയതുകൊണ്ട് തന്നെ ഇഹലോകത്തിലും പരലോകത്തിലും ഗതിയില്ലാത്ത ആളുകൾ അവരാണ് ഇത്തരം വന്ന് അവിടെ ഇവിടെ കൂരയ്ക്കിൻ്റെ ആയിട്ട് അവിടെ ചടഞ്ഞു കൂടുന്നത്. കൊച്ചു കുട്ടികൾ അതിനകത്തുണ്ട് കേട്ടോ. അതാലോചിക്കുമ്പോഴാണ് സങ്കടം. നമ്മളുടെ പുതച്ചും കൂടി കിടന്ന് ഉറങ്ങുക. മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. മുൻകൂർ നോട്ടീസ് അല്ല കൊടുക്കേണ്ടത്. മുൻകൂർ നോട്ടീസ് കൊടുത്തുള്ള ചരിത്രങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അവസാനം എല്ലാം ഒഴിഞ്ഞു പോകും. അവസാനം അവിടെ എല്ലാം നിരത്തിയ ശേഷം വായിൽ വരലിട്ട് കാണിക്കും തന്നെ. ആയതുകൊണ്ട് തന്നെ അതിന് ഭയപ്പെട്ടിട്ട് ജീവനിൽ കൊതിയാണ്. ജീവിതത്തിൻ്റെ കൊതിയാണല്ലോ ജീവനിലും കൊതി. ആഹാരം വസ്ത്രം പാർപ്പിടം വേണ്ടേ, എവിടെയും ചുരുണ്ട് കൂടണ്ടേ. ആയതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ഥലം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് പോകും. മുൻകൂർ നോട്ടീസല്ല വേണ്ടത്, മുൻകൂർ റീഹാബിലിറ്റേഷൻ. മുൻകൂർ സ്ഥലം ഒരുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ അവിടേക്ക് പോവും. അതും ഈ ഡിസംബർ ജനുവരിയിലല്ല വേണ്ടത്. അസ്ഥി ഒരുക്കി കളയുന്ന മഞ്ഞാണ് ഇപ്പോൾ അവിടെയുള്ളത്, കാറ്റും. ആയതുകൊണ്ട് തന്നെ നോട്ടീസ് കൊടുത്തു വലിയ കൊടുത്തില്ല എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷനൊന്നുമല്ല. തെറ്റു തന്നെയാണ് ചെയ്തത്. ക്രൂരതയാണ് ചെയ്തത്. അല്ല, ഏറ്റവും വലിയ രസം, ഇത്രയെല്ലാം ക്രൂരത നടന്നിട്ടും ഇവിടെ ഒരു മുസ്ലിം ലീഗുണ്ട്, ഇവിടെ ഒരു മുസ്ലിം പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെ എല്ലാം വമ്പന്മാരാ. സമുദായ പാർട്ടിയുണ്ട് മുസ്ലിം ലീഗ്. അവരാ ദുരന്ത സ്ഥലത്തൊന്ന് കാണാൻ പോയോ? അവിടെയുള്ള മുസ്ലിങ്ങളാണ്. അവരും പിന്തുടരുന്നത്, അവർക്കറിയാവുന്ന രീതിയിൽ പിന്തുടരുന്നത് ഖുറാൻ തന്നെയാണ്. അവരും നിസ്കരിക്കുന്നവരാണ്. അവരും അള്ളാഹുവിനെയാണ് ദൈവമായിട്ട് കാണുന്നത്. അവരുടെയും പരമോന്നതമായിട്ടുള്ള ആചാര്യൻ പ്രവാചകൻ, ഇവിടെയുള്ള വലിയ വമ്പന്മാരുടെ പ്രവാചകൻ തന്നെയാണ് അവരുടേതും.
നബി തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആൻറ്റിയോട് അടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളിയറിയുക. ഇതൊക്കെ ഒരു പടം. ഞാനൊരു മുസ്ലിം, എൻ്റെ മുസ്ലിങ്ങളൊക്കെ എൻ്റെ ചുറ്റും കൂടി വന്ന് നിന്നോ, ഇതൊക്കെ ഒരു പടമാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, സ്വാമിജി ഇസ്ലാമിൻ്റെ, ഞാൻ പറയും ദയവ് ചെയ്തു നമ്മൾ നമ്മൾ സംസാരിക്കും ഇഡ്ലിയുടെ കാര്യമോ ദോശയുടെ കാര്യമോ മഴയുടെ കാര്യമോ വെയിലിൻ്റെ കാര്യമോ സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ ആൾക്കാർ സംസാരിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അവിടെ ഇസ്ലാമിലെ കാര്യം, ഞാനിവിടെ ഗീതയുടെ കാര്യം, വേറൊരാൾ വന്ന് ബൈബിളിൻ്റെ കാര്യം, എല്ലാവരും പറയണത് എന്താണ്, ഇതാ ശരി അത് ശരിയല്ല എന്ന്. പരമില്ലാണ്ടിരിക്കില്ലേ നല്ലത്, സൗഹൃദം തകർക്കാണ്ടിരിക്കില്ലേ നല്ലത്. അതൊക്കെ എന്തോ ആകട്ടെ, മുസ്ലിങ്ങൾ, ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്, മുസ്ലിമിൻ്റെ ആൾക്കാരാണ്, മുസ്ലിം പ്രസ്ഥാനക്കാരാണ്. ഇതെല്ലാം കഴിഞ്ഞ് ദുബായിൽ ആഴ്ചയിൽ ഒരു വട്ടം പോകുന്ന ആളുകൾ, അവിടെ KMCC ഒക്കെ ഉണ്ടല്ലോ, വെള്ളശീലയ്ക്ക് തടുക്കിടുക എന്ന് പറയും. ഇതാണ് സംഭവം. സഹായങ്ങളൊക്കെ കൊടുക്കും. ആർക്ക്? തമ്പരാക്കന്മാർക്ക്. നാളെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു കാറ് പോകുന്നു, കാറ് പെട്ടെന്ന് പെട്രോൾ തീർന്നു, അല്ലെങ്കിൽ കാറ് പഞ്ചറായി, അല്ലെങ്കിൽ കാറിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് മമ്മൂട്ടിയാണെങ്കിലോ, ഞാൻ എന്താ വേണ്ട ചെയ്യാം, കാരണം പ്രശ്നമില്ലല്ലോ. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടിടുന്നു, അത് നന്നാക്കി കൊടുക്കുന്നു പറയുന്നു. കാരണം നമുക്കറിയാം അത് മമ്മൂട്ടിയാണ്. അപ്പോൾ അവിടെ തടുക്കിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ആണെങ്കിലോ എനിക്കറിയില്ല. ഇതല്ലേ അവിടെ സംഭവിച്ചത്. അവിടെയുള്ള 3000-ഓളം ജീവനുകൾ അവരെന്താ മുസ്ലിങ്ങളായി, ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ സമുദായ പാർട്ടികൾ അബുദാബിയിലോ ദുബായിലോ സൗദിയിലോ എന്നൊരു അനക്കുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ണീർ വാർക്കുന്നവർ തൊട്ടപ്പുറത്തുള്ള ബാംഗ്ലൂരിലേക്ക് പോയില്ല കേട്ടോ. അവിടെ പോയിട്ടൊരു ആശ്വാസ വാക്ക് അവരുടെ എല്ലാവരും കൂടിയിട്ട് പറയാൻ തയ്യാറായില്ല. ഇവിടെ സമ്മർദ്ദം വർദ്ധിച്ചു. കാരണം നാളെ ഇലക്ഷൻ വരികയാണ്. 10 വർഷമായിട്ട് മൂഞ്ചി തൊളിഞ്ഞിരിക്കുകയാണ്, മുമ്പിൽ തൊളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അധികാരത്തിൻ്റെ അപ്പകഷ്ണം ഒരിക്കൽ രുചിച്ചവർക്ക് പിന്നെ അത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. 10 വർഷമായി. ഇതേപ്പോൾ 4 മാസം കഴിഞ്ഞ ഇലക്ഷനാണ്. ആയതുകൊണ്ട് തന്നെ അവർക്കിവിടെ മുസ്ലിം ഒന്നുമല്ല പ്രശ്നം, എലക്ഷനാണ് പ്രശ്നം, അധികാരമാണ് പ്രശ്നം. അവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് തല്ലിപ്പൊളിക്കുന്ന പരിപാടി നടത്തിയത്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റുമോ? കോൺഗ്രസിന് തേച്ചു കൊടുത്ത് നടക്കുന്നവരല്ലേ ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ, ഇവിടുത്തെ പാണക്കാട്ടുകാരാണെങ്കിലും സമസ്തക്കാർ ആരാണെങ്കിലും. അതിൻ്റെ കോൺഗ്രസ്സെ നിങ്ങൾ ചെയ്ത് ശരിയായില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വെള്ളവും വളവും കൊടുത്ത് തന്നെ വളർത്തുന്ന UDF അതുമായിട്ട് നടക്കുന്നവരല്ലേ ഇവിടെ. ആയതുകൊണ്ട് തന്നെ അതിന് നേരെ കണ്ണടച്ചു. പക്ഷേ പ്രശ്നം രൂക്ഷമായി 10 ആൾ അറിഞ്ഞോട് കൂടിയിട്ട് അവരെ പരിഹസിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഈ കുൻഹാലിക്കുട്ടി, ഒരു ഇംഗ്ലീഷുകാരനാണ് വായിച്ചു, കുൻഹാലിക്കുട്ടി, KUNH, കുൻഹ, പരിഹസിക്കുകയാണ് ചെയ്തത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, അവിടെ നായന്മാരുണ്ട്, ഈഴവന്മാരുണ്ട്, ചോമാരുണ്ട്, ഒക്കെ ഉണ്ട്. ആയതുകൊണ്ടത് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ആയതുകൊണ്ട് അടിച്ചു പൊളിച്ചാൽ ഞങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? അവിടെ എല്ലാ ജാതിക്കാരും ഉണ്ടെന്ന് എല്ലാവരെയും കുടിയൊഴിപ്പിച്ചു. ആയതുകൊണ്ടത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ളൊരു ആക്രമണമൊന്നും ആയിരുന്നില്ല, അത് വിട്ടുകളാ. അതും വെച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ കളി കളിക്കാൻ ആരും വരണ്ട. ഇതാണ് ലീഗിൻ്റെ പരമോന്നത നേതാവ്. അദ്ദേഹത്തിൻ്റെ പരിഹാസ വാക്കുകൾ ഇങ്ങനെയാണ് പോകുന്നത്. മുമ്പ് പറഞ്ഞു ഫക്കീർ കോളനി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നൊരു ഇടമാണ് കേട്ടോ.
അല്ലാത്തൊരാടെ പോവില്ലല്ലോ. 5 വർഷം മുമ്പ് ഞാനും ചിലപ്പോൾ അവിടെ എത്തിച്ചേർന്നേനെ. ഇന്നിപ്പോൾ എനിക്കൊരു വീടുള്ളവരോട് അവിടേക്ക് പോകുന്നില്ല. ഒന്നുമില്ലാത്തവരെ അവിടെ പോകുന്നത്. അധസ്ഥിതർ, ഭൂമിയോടൊപ്പം ചേർന്ന് കിടക്കുന്ന ആൾക്കാർ. അതിൻ്റെ താഴ്ത്തി പോകാൻ പറ്റില്ല, അത് മരിച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ. ആ പാവങ്ങൾ അവിടെ വരുന്നത്. അവർക്ക് പണ്ടത്തെ ഇവിടുത്തെ ലക്ഷം വീട് പോലൊരു ഒറ്റമുറി, ആ മുറിക്കകത്ത് ഒരു കിച്ചൺ അങ്ങനെ കൊടുത്താൽ പോലും അത് കൊടുത്തിട്ട് അതെ നിങ്ങൾ അങ്ങോട്ട് മാറിക്കോ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് റൈറ്റ് മാർക്കറ്റ് തുടങ്ങി. അതല്ല പറഞ്ഞ പൊക്കോ പിന്നെ ഞങ്ങൾ തണ്ടിയെ കൊലയും കൊണ്ടുവരാം. ഇന്ത്യൻ രാഷ്ട്രീയക്കാരാണ് പറയുന്നത്. പിന്നെ നടക്കും തോന്നുന്നുണ്ടോ? അവിടെ ചൂരൽമേലത്തെ കാര്യം നമുക്കറിയാവുന്നതല്ലേ. കുതിരവിടുമ്പോൾ ഇപ്പോൾ പണ്ട് പറഞ്ഞ ഇപ്പം ശരിയാക്കി തരാം തന്നെ. അവിടെ അവർ പോയില്ല, അവർ തല്ലി ഒഴിവാക്കി. ഇന്നിപ്പോൾ അവരവിടെ അവരുടെ വീടുകൾക്ക് അകത്തുണ്ടായിരുന്ന വിരികളും അതും ഇതെല്ലാം കൊണ്ടുവന്ന് അവരുടെ പരമ്പും പാട്ടയും തകർന്നു കിടക്കുന്ന സാധനങ്ങൾ, ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരവിടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമായി പറയുന്നത്. നോണ പറയുന്നതല്ല. ഇതെങ്ങനെ എത്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. ഏതായാലും ലീഗിൻ്റെ പ്രമാണിമാർ അവർക്ക് അവിടെ ചെല്ലാൻ ഇത്തിരി വിഷമമുണ്ട്, ജാള്യതയുണ്ട്, ചളിപ്പുണ്ട്. 2-3 കാര്യമാണ്. ഒന്ന്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടില്ല. കോൺഗ്രസ് ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് അകവും പുറം നക്കിയിരിക്കേണ്ട വരും. അധികാരത്തിൽ കയറാൻ പോണില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയും ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്ക് വിഷമമുണ്ടായാലും BJPക്കാർക്ക് വിഷമമുണ്ടാവരുത്. ഞാനിവിടെ പലരും എഴുതി കണ്ടിട്ടുണ്ട്, വളരെ വർഷങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. കോലീബി, കോൺഗ്രസ്, ലീഗ്, BJP. ഞാനതിൽ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പം ഞാൻ വലിയ രൂപത്തിൽ വിശ്വസിക്കുകയാണ്. BJPയെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സിൽ എനിക്കെതിരെ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതായത് ഒരു BJP പ്രേമം, RSS പ്രേമം തന്നെ ഇവിടെ തുടങ്ങി കഴിഞ്ഞു എന്നർത്ഥം. ഈ പ്രേമം ആദ്യം ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികൾക്കാണ്. കാലുപിടുത്തം, ചെരുപ്പ് നക്കൽ. അതിൻ്റെ പരിണിത ഫലം എന്താണ് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. കൈത്തരിപ്പ് തീർക്കാനുള്ളൊരു സമുദായമാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ. ആൾക്കാർ കൈത്തരിപ്പ് വരുന്ന സമയത്ത് ആരെങ്കിലും 2 വെച്ച് കൊടുത്ത് കാലം കുറയും. ആ സമയത്താണ് ഒരു കൊന്തയിട്ട ഒരാൾ അതേ വരുന്നു, നമ്മൾക്ക് ഇപ്പോൾ ചെണ്ടയാണ് അവരുടെ ചെണ്ട, കൊട്ടാറിലെ ചെണ്ടയാണ്. അവൾ 5-6 അടി വെച്ച് കൊടുത്തു, അവനത് കൊണ്ടുപോകും, ഉണ്ടാകാൻ പറ്റില്ല. ഇതാണ് ക്രിസ്ത്യാനികളുടെ സംഘിപ്രേമം കൊണ്ടുണ്ടായത്. ഇത് തന്നെയാണ് മുസ്ലിങ്ങളുടെ സംഘിപ്രേമം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ഞാനിത് പറയുന്ന സമയത്ത് സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കും പല ആൾക്കാരും. ഒഴിവാക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള മാർഗം എന്താ? ഒരു സന്യാസിക്ക് RSSൻ്റെ സന്യാസിയായിട്ടാണ് മാറുക. ഞാനത് ചെയ്യില്ല. കാരണം എൻ്റെ അച്ഛൻ്റെ പേര് മറക്കുന്നൊരു ദിവസം വരും. എന്താ അച്ഛൻ്റെ പേര്? ഓർമ്മയില്ല. അമ്മയുടെ പേരോ? അതും ഓർമ്മയില്ല. തലയ്ക്ക് വട്ടുപിടിച്ചു. അന്നൊരു പക്ഷേ RSSകാരനാവും. എൻ്റെ അച്ഛൻ്റെ പേര് സുധാകര മേനോൻ, നാഗത്ത് സുധാകര മേനോൻ എന്നാണെങ്കിൽ, എൻ്റെ അമ്മയുടെ പേര് അങ്ങാക്കര പത്മാവതിയമ്മ എന്നാണെങ്കിൽ, അതെനിക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ ഞാൻ RSSകാരനാവില്ല. ഞാൻ ഇസ്ലാമിനെയോ മുസ്ലിമിനെയോ അറിയാൻ തുടങ്ങിയത് RSSകാർ അവരെ പാർശ്വവൽക്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതെൻ്റെ ഒരു കർമ്മ പദ്ധതിയായിട്ട്, നിയോഗമായിട്ട് ഞാൻ ഏറ്റെടുത്തു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എപ്പോഴും ഇരാവാൻ കൾട്ടെന്ന് പറയും. ആരാണോ അടിച്ചമർത്തപ്പെടുന്നത് അതിൻ്റെ ഒപ്പം കൂടും. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. നേട്ടങ്ങൾ അത് മാനസികമാണ്, നഷ്ടങ്ങൾ അത് ഭൗതികമാണ്.
പക്ഷെ അത് കണ്ടറിയുന്ന കുറേ മുസ്ലിം പുണ്യാത്മാക്കൾ, എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ കൂടി എൻ്റെ കഷ്ടപ്പാട് അവരായിട്ട് തിരിച്ചറിഞ്ഞ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പം എല്ലാത്തിലുണ്ട് കാഫറുകൾ, എല്ലാത്തിലുണ്ട് അധമന്മാർ, തമോ ഗുണ പ്രധാനികൾ. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ BJP വഴിയിലാണ്. അതിപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ലിച്ചാൽ 10,000 വർഷം പഴക്കമുള്ള പഴഞ്ചൊല്ലല്ല, അപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള പഴഞ്ചൊല്ലാണ് കോലീബി, അഥവാ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. അതിനിപ്പോൾ കണ്ടുവരുന്നത്, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, 7 പേരും 8 പേരാണ് ഒറ്റയടിക്ക് രാജിവെക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് എത്തിക്സ്, എന്തൊരു ധർമ്മം. മറ്റേ CONGRESS എന്നുള്ളത് BJP എന്നായി മാറിയത്. അക്ഷരത്തിൻ്റെ വ്യത്യാസം. എന്തായാലും ബാംഗ്ലൂരിൽ നടന്ന കാര്യം അത് കൊടും ക്രൂരത തന്നെയാണ്. അതിന് റൈറ്റ് മാർക്കറ്റ് കൊടുത്തത് അത് കൊടും ക്രൂരതയാണ്. അതാണ് ഇവിടുത്തെ മുസ്ലിം സൊസൈറ്റി. മുസ്ലിങ്ങൾ KMCC ആകട്ടെ, ലീഗാകട്ടെ, മറ്റെന്തും ആകട്ടെ, അവർ ചെയ്ത് അവർ മൗനം പാലിച്ചത് വൈക്കം മുഹമ്മദ് ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മണി വലിയ തെറ്റായി പോയി കേട്ടോ. അത് ഓർമ്മിച്ച് വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ചരിത്രമാണല്ലോ, പണ്ടത്തെ പോലെ ചരിത്രം കർണാകർണിയ പോകുന്ന കാര്യമല്ല, എഴുതി വയ്ക്കപ്പെട്ട ചരിത്രമാണത്. ഇന്നല്ലെങ്കിൽ നാളെ അതൊരു ബൂമറാങ് പോലെ ഈ കുൻഹാലിക്കുട്ടിയുടെയും പാണക്കാട്ടുകാരുടെയും തലയിൽ വന്ന് വീഴും, യാതൊരു സംശയവുമില്ല. നമസ്കാരം.